മർക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ 22-ാമത്തെ വാക്യത്തിൽ കർത്താവ് പറഞ്ഞു, നിങ്ങൾ ദൈവത്തിൽ വിശ്വാസമുള്ളവരായിരിപ്പിൻ. എന്തുണ്ടാകണം? നിങ്ങൾ ദൈവത്തിൽ വിശ്വാസം. അടുത്തിരിക്കുന്ന ആളെന്ന് തൊട്ടേച്ച് പറ, ദൈവത്തിൽ വിശ്വാസമുള്ളവരായിരിക്കാൻ പറ. ഹല്ലേലൂയ. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ, ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്നും വിശ്വസിക്കേണ്ടതാകുന്നു. അപ്പോൾ എന്ത് വിശ്വസിക്കണം? ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ എന്ത് വിശ്വസിക്കണം? ദൈവമുണ്ട്. ഹല്ലേലൂയ. തന്നെ അന്വേഷിക്കുന്നവർക്ക് എന്ത് ചെയ്യും? പ്രതിഫലം കൊടുക്കുന്നു എന്നും വിശ്വസിക്കേണ്ടത് ആകുന്നു. ദൈവത്തിന് സ്തോത്രം. യേശുക്രിസ്തുവിൻ്റെ പ്രസംഗ പരമ്പര നമ്മൾ പഠിക്കുമ്പം യേശുക്രിസ്തുവിൻ്റെ എല്ലാ പ്രസംഗത്തിലും വിശ്വാസത്തിൻ്റെ വാക്കാണ്. മരണ വീട്ടിൽ ചെന്നിട്ട് എന്നാൽ ശവമടക്കിന് നാളെ വരാമെന്നല്ല. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. കർത്താവ് പറയുകയാണ്, നിങ്ങൾ എന്തിനാ കരയുന്നേ? ബാല ഉറങ്ങുകയാണ്, ഉണർത്താൻ പോവുകയാണ്. ഹല്ലേലൂയ. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു വിരുന്ന് വീട്ടിൽ ചെന്നപ്പം വീഞ്ഞ് തീർന്നെന്ന് പറഞ്ഞപ്പോൾ, അയ്യോ വീഞ്ഞ് തീർന്നു പോയോ, എന്നാൽ കല്യാണം തീർന്നെന്ന് ബോർഡ് വെക്കാനല്ല പറഞ്ഞത്. ഹല്ലേലൂയ. ആ വീടിനകത്ത് പറഞ്ഞു, അവിടെ വീഞ്ഞുണ്ടാക്കി കൊടുക്കാൻ പോകുകയാണ്. അപ്പം ഞാൻ നിങ്ങളോട് തുറന്നു പറയാം, എൻ്റെ കർത്താവ് പഠിപ്പിച്ചത് മുഴുവൻ വിശ്വാസമാണ്. ഹല്ലേലൂയ. വിശ്വാസം കർത്താവ് പഠിപ്പിച്ചിട്ട് ഈ പഠിപ്പിക്കുന്ന കാര്യം മനസ്സിൽ വല്ലതും പഠിച്ചോന്നറിയാനാണ് ഈ സ്കൂളുകാർ എക്സാം ഇടുന്നത്. ഇല്ലയോ? കോപ്പി അടിച്ച് പാസ്സായവരൊക്കെ ഇപ്പോൾ അനുഭവിക്കുക. മനസ്സിലായില്ല? നിങ്ങൾക്ക് ഓണപ്പരീക്ഷയും ക്രിസ്മസ് പരീക്ഷയൊക്കെ വെച്ചേക്കുന്നത് എന്തോയിനാ? സാറിന് തലയ്ക്ക് കുഴപ്പമുണ്ടായിട്ടല്ല. സാറ് രാവിലെ 10 തൊട്ട് 5 വരെ അലച്ചതിനകത്ത് ഇച്ചിരെങ്കിലും നിൻ്റെ അകത്ത് മലയാളമോ ഹിന്ദിയോ സയൻസോ ഒക്കെ കയറിയോ എന്നറിയാനാണ് എക്സാം ഇടുന്നത്. മനസ്സിലായോ? കർത്താവും കുറേ നാൾ വിശ്വാസമൊക്കെ പഠിപ്പിച്ചേച്ച് ഇവന്മാർക്ക് ടെസ്റ്റ് ചെയ്യാൻ തുടങ്ങി. ഇവന്മാരുടെ അകത്ത് വിശ്വാസം വല്ലതും ഉണ്ടോ? ഞാനും നിങ്ങളോട് പറയാം, കുറേ വിശ്വാസത്തിൻ്റെ പ്രസംഗവും കുറേ വിശ്വാസത്തിൻ്റെ എക്സ്പീരിയൻസും ഒക്കെ തന്നിട്ട് ആർക്കും ഒതുക്കാൻ വയ്യാത്തൊരു പ്രശ്നത്തിൽ നിന്നെ ഇറക്കി വിട്ടേച്ച് കർത്താവ് മിണ്ടാതിരിക്കും. കാരണം നിൻ്റെ അകത്ത് വല്ലതും ഉണ്ടോ എന്ന് അറിയാനാ. യേശു ഒരിക്കൽ ശിഷ്യന്മാരോട് വലിയ വലിയ അത്ഭുതങ്ങളൊക്കെ കാണിച്ചിട്ട് അത്ഭുതത്തിൽ അവർ എക്സൈറ്റഡ് ആയി കഴിഞ്ഞപ്പം അവർ തുള്ളിച്ചാടി കഴിഞ്ഞപ്പോൾ കർത്താവ് വള്ളത്തെ കയറി വെച്ച് പറഞ്ഞു, നമുക്ക് അക്കരയ്ക്ക് പോകാമെന്ന് പറഞ്ഞു. എന്നിട്ട് അതിന് അമരത്ത് പോയി തലയിണ വെച്ച് കിടന്നുറങ്ങി വെച്ച് കാറ്റിനോട് പറഞ്ഞു, ചുമ്മാ ഒരു ചുഴലി അടുപ്പിച്ചേക്കാൻ പറഞ്ഞു. അങ്ങനെ ഒരു ചുഴലി കയറി അവരുടെ പടകിനെ അടിച്ചു. ശിഷ്യന്മാരെല്ലാം പഠിച്ച പണി 18 നോക്കും ചുഴലി നിയന്ത്രിക്കുന്നില്ല. ഗതികെട്ട് കർത്താവിനെ വിളിക്കുക, കർത്താവേ ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക്. കർത്താവ് എഴുന്നേറ്റ് കാറ്റിനെ ശാസിച്ച് ചോദിക്കാം, നിങ്ങൾ എന്തിനാ ഭീരുക്കളാകുന്ന? ഇപ്പോഴും നിങ്ങൾക്ക് വിശ്വാസമില്ലയോ? ഒരാമയും വരുന്നില്ല എന്ന് പറഞ്ഞാൽ നിന്റെ വള്ളത്തെ ഇരിക്കുന്നവൻ ഈ വള്ളത്തേൽ ഉണ്ടെങ്കിൽ ഈ വള്ളം മറിയത്തില്ലെന്ന്. ഞാനൊരു ദൂത് നിന്നോട് പറയാം, നിന്നെ ഇളക്കുന്ന പല ചുഴലി നിനക്ക് ചുറ്റും അടിക്കുമ്പോഴും അതിൻ്റെ അർത്ഥം നിന്റെ രക്ഷകൻ മൗനമാണെന്നല്ല. ഇടപെടേണ്ട സാഹചര്യം വന്നാൽ നിന്റെ അനുവാദമില്ലാതെ ഇടപെടുന്നവനാ ദൈവം. ഹല്ലേലൂയ. ഇന്ന് ഇവിടെ ഇരിക്കുന്ന ആരോടൊക്കെയോ ദൈവം സംസാരിക്കുക. ഒരു ചുഴലിക്കാറ്റ് ഇളക്കി വിട്ടത് പിശാചല്ല, ദൈവമാ. എന്തിനാ? നിന്റെ അകത്ത് വല്ലതും ഉണ്ടോ എന്നറിയാനാ. കണ്ടോ, മിണ്ടുന്നില്ല. ഹല്ലേലൂയ. ഇങ്ങോട്ട് നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടെ. ഞാനിവിടെ നിന്നുകൊണ്ട് ആത്മീക ദൂത് പറയാം. ഏത് കാറ്റടിച്ചാലും പ്രാർത്ഥിക്കുന്നവൻ പറയണം, ആ കാറ്റ് ഉടനെ ഒതുങ്ങും. നിന്റെ കുടുംബത്തിനെതിരെ അടിക്കുന്ന ആ കാറ്റ് ഒതുങ്ങും. നിന്റെ സന്തതിക്കെതിരെ അടിക്കുന്ന ആ കാറ്റ് ഒതുങ്ങും. ദൈവം നിന്നെ ടെസ്റ്റ് ചെയ്യുക നിന്റെ അകത്ത്. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ചിലരൊക്കെ പറയത്തില്ലയോ, ആർക്കും ഇല്ലാത്ത പരിശോധനയായി എനിക്കുള്ള സ്തോത്രം പറയാം. ആർക്കും ഇല്ലാത്ത പോലെ നിനക്ക് വിശ്വാസം തന്നേക്കുന്നേ. കണ്ടോ, മിണ്ടുന്നില്ല. ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിക്കുക. ചിലർ പറയും, ബ്രദറെ അപ്പുറത്തെ സൂസമ്മയെ നോക്ക, ഒരു പ്രോബ്ലവും ഇല്ല. ബാബുച്ചാനെ നോക്ക്, ചിരിച്ച് കളിച്ചാൽ നടക്കുന്നത്. എനിക്ക് മാത്രം എന്ന് ഈ കരയണ്ട. ബാബുച്ചാൻ പ്രാപിക്കുന്ന വിടുതൽ വേറെ, ദൈവത്തിന് സ്തോത്രം, നീ പ്രാപിക്കുന്ന വിടുതൽ വേറെ. അപ്പം ഞാനൊരു വെളിപ്പാട് പറയാം, മാറയിൽ എന്നും കയ്പില്ല. ആ കയ്പ് മാറിയേ തിരിച്ചറിവുള്ളവർക്കായി ഞാൻ സ്തോത്രം ചെയ്യുക. ഈ വിശ്വാസത്തിൻ്റെ ഒരു പ്രത്യേകത, എനിക്ക് ഈ വിശ്വാസം ഭയങ്കര ഇഷ്ടമായിട്ട് ഇവിടെ തന്നെ നിന്ന് പോകുമോയെന്ന് പേടിച്ച് ഞാൻ പെട്ടെന്ന് അവിടുന്ന് പോവുക. കാരണം എനിക്ക് എൻ്റെ ലൈഫിൽ ഏറ്റവും ഇഷ്ടം വിശ്വാസമാണ്. ഹല്ലേലൂയ. ഒരു ദിവസം ഒരു പുള്ളിക്കാരന് എൻ്റെ അടുക്ക പ്രാർത്ഥിക്കാൻ വന്നിട്ട് എന്നോട് പറഞ്ഞു, പാസ്റ്ററെ സ്തോത്ര, ഞാൻ കടം കൊടുക്കാനുള്ളവരുടെ ലിസ്റ്റെല്ലാം എഴുതിക്കൊണ്ട് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ നോക്കിയപ്പം ഈ പലചരക്കടെ സാധനം വിടുന്ന പോലെ 5-6 പേപ്പർ എഴുതിക്കൊണ്ട് വന്നേക്കുക.
സ്തോത്രം. പാസ്റ്ററെ, ഇതെല്ലാം വെച്ച് പാസ്റ്റർ ഒന്ന് പ്രാർത്ഥിക്കണം. ദൈവത്തിന് സ്തോത്രം. അപ്പം ഞാൻ ഇതെല്ലാം കൂടെ ഇങ്ങനെ ചുരുട്ടിയിട്ട് ഒരു റബ്ബർ ബാൻഡ് ഇട്ട് കെട്ടിയിട്ട് അതിൻ്റെ മണ്ടയ്ക്ക് എഴുതി കൊടുത്തു, ഈ വിഷയത്തിലെല്ലാം അത്ഭുതം നടക്കാൻ പോവാ. അവിടെ മിണ്ടുന്നില്ലല്ലോ. അപ്പോൾ പുള്ളി എന്നോട് ചോദിച്ചു, പാസ്റ്റർ പ്രാർത്ഥിക്കുന്നില്ലയോ? ഞാൻ പ്രാർത്ഥിക്കുന്ന കാര്യം എഴുതി വെച്ചേക്കുവാ, ബ്രദർ ഇത് കൊണ്ട് വീട്ടിൽ വെച്ചാൽ മതി. ഹല്ലേലൂയ. കുറച്ച് നാൾ കഴിഞ്ഞ് എൻ്റെ അടുക്കൽ വന്നപ്പോൾ എന്നോട് ഞാൻ ചോദിച്ചു, എന്നാലും ഒരു പേപ്പറെ കുറേ എഴുതിക്കൊണ്ട് വന്നപ്പം ഞാൻ എൻ്റെ മണ്ടയ്ക്ക് അത്ഭുതം ചെയ്യുന്ന എഴുതി വിട്ടാൽ എന്തുവായി? പാസ്റ്ററെ, അത് ഇപ്പോഴും അതുപോലെ അവിടെ ഇരിപ്പുണ്ട്. ഇപ്പം സ്ഥിതി അങ്ങനെയുണ്ട്. പെങ്ങൾ കടവെല്ലാം അങ്ങ് വീട്ടി. പെങ്ങൾ എൻ്റെ കടവെല്ലാം. ഞാൻ ചോദിച്ചു, പെങ്ങൾ എങ്ങനെയുണ്ട്? അവൾ ഭൂലോക പിശുക്കത്തിയായിരുന്നു, പക്ഷെ എന്തോ. ഹലോ, ഞാനൊരു കാര്യം നിങ്ങളോട് തുറന്നു പറയാം, നിങ്ങൾ എന്നെ ഒന്ന് നോക്കണം. ചിലരൊക്കെ ആർക്കും ഒരു ഗുണം ചെയ്തില്ലെങ്കിലും നിനക്ക് ഗുണം ചെയ്യും. കേട്ടോ, മിണ്ടുന്നില്ല. ചിലർ ആർക്കും ഒരു ഗുണം ചെയ്തില്ലേലും നിനക്ക് ഗുണം ചെയ്യും. കാരണം അതെന്താ കാര്യം? നിൻ്റെ അകത്ത് വ്യാപരിക്കുന്ന വിശ്വാസമാണ്. അതുകൊണ്ട് ആരെയും തള്ളിക്കളയരുത്. ചിലരൊക്കെ നിനക്ക് പ്രയോജനപ്പെടും. മനസ്സിലായവരെ സ്തോത്രം ചെയ്യാവൂ. അപ്പം ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. ഒരു കാറ്റിളക്കി വിട്ടേച്ച് കർത്താവ് ആ വള്ളത്തേൽ തലയിണ വെച്ച് ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പം നിൻ്റെ കാര്യം കർത്താവ് മറന്നെന്നോ നിൻ്റെ വിഷയം ദൈവം കണ്ടില്ലെന്നോ എന്നല്ല. കർത്താവ് ഇങ്ങനെ ഇടയ്ക്ക് കണ്ണു തുറന്ന് നോക്കുക, ഇവന്മാരെന്നാ ചെയ്യുന്നതെന്ന്. അമ്മാർ ചോദിക്കുക, വിളിക്കണോ വേണ്ടായോ, വിളിക്കണോ വേണ്ടായോ? അന്നേരം ഒരുത്തൻ പറഞ്ഞു, ഇനി അറച്ചു നിൽക്കുന്നില്ല, ഞാൻ വിളിക്കാൻ പോവാ. ചെന്ന് വിളിച്ചണത്തേച്ച് കർത്താവ് കാറ്റിനെ ശാസിച്ചു. ഇവന്മാരെല്ലാം കൂടെ കർത്താവ് ശാസിച്ചപ്പോൾ ഇവന്മാർ പറയും, ഹോ എന്തൊരു സമാധാനം. എന്നാലും ചോദിക്കുക, ഇപ്പോഴും നിങ്ങൾക്ക് കേട്ടോ ഒരു കുഞ്ഞ് കാറ്റിൻ്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ നിൻ്റെ വിശ്വാസത്തിന് കഴിയുന്നില്ലല്ലോ. ഞാൻ ചിലരോട് ദൂത് പറയാം, നീ ആഗ്രഹിച്ച ചില കാര്യം നടന്നില്ലെന്ന് കരുതി മനസ്സ് മടുക്കരുത്. നീ വിചാരിക്കാത്ത പ്ലാൻ ദൈവത്തിൻ്റെ കയ്യിലുണ്ട്. ഈ ധന്യനായ പൗലോസ്ലീഹ റോമിലെ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ അബ്രഹാമിൻ്റെ വിശ്വാസത്തെ പൗലോസ്ലീഹ എടുത്തെഴുതി കേൾക്കണോ? ദൈവത്തിന് സ്തോത്രം. അബ്രഹാമിൻ്റെ ശരീരം നിർജീവമായി പോയതും സാറയുടെ ഗർഭപാത്രത്തിൻ്റെ നിർജീവത്വം ഗ്രഹിച്ചിട്ടും വിശ്വാസത്തിൽ ക്ഷീണിക്കാതെ, അവിശ്വാസത്താൽ സംശയിക്കാതെ, വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുത്തു. സത്യത്തിൽ ഇവിടെ ഒരു സ്തോത്രം പറയേണ്ടത് തന്നെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ട. അറിയാം അബ്രഹാമിൻ്റെ ശരീരം നിർജീവമാണ്, അറിയാം സാറയുടെ ഗർഭപാത്രം നിർജീവമാണ്, പക്ഷെ ക്ഷീണിക്കാത്ത വിശ്വാസം. അടുത്തിരിക്കുന്ന ആളെ തൊട്ടേച്ച് പറയാം, ക്ഷീണിക്കാത്ത വിശ്വാസം. ഓ ഹലോ, എന്തുവാ എന്നെ നോക്കി എന്ന് പറഞ്ഞ എന്തുവാ? ഞാൻ ആരും മിണ്ടുന്നില്ല. എന്നെ നോക്കി എന്ന് പറഞ്ഞ എന്തുവാ? ക്ഷീണിക്കാത്ത വിശ്വാസം. ഞാൻ എൻ്റെ ചിന്ത പറയുക, രാവിലെ സിറ്റ് ഔട്ടിൽ സ്തോത്രം ഈ സഞ്ചി പോലെ കിടക്കുന്ന ഒരു കസാരയുണ്ട് പണ്ട്. അതിനെന്തോ ചാരു കസാര, അതിനെന്തോ വേറെ രണ്ടൊരു പേരുണ്ടല്ലോ. അതിലിങ്ങനെ രണ്ട് സൈഡിലും ആ തടി, എന്നിട്ട് നടുക്കൊരു തുണിയാ. അതിലിങ്ങനെ കിടക്കുമ്പം നെസ്കോഫിയും കൊണ്ട് അബ്രഹാം പത്രം വായിക്കാൻ നിൽക്കും. നെസ്കോഫിയും കൊണ്ട് സാറാ വരിക. സാറാ വന്ന് കാപ്പി കൊടുക്കുമ്പം അബ്രഹാം ചിരിച്ചോണ്ട് പറയുക, പേടിക്കേണ്ട, വാക്തത്വം ഉടനെ ഉണ്ട്. എത്ര പേർക്ക് അതിന് ആമയും പറയാൻ പറ്റും? ഇന്ന് ദൈവവചനം കേൾക്കുന്ന ചിലരോട് പരിശുദ്ധാത്മാവ് ദൂത് പറയാം, സാഹചര്യമല്ല വിടുതൽ തരുന്നത്, സാഹചര്യത്തെ ജയിക്കുന്ന ഫെയ്ത്താ. കൃപ ഇറങ്ങി വരട്ടെ. എത്ര പേർക്ക് ധൈര്യമുണ്ട് സാഹചര്യത്തിനെതിരെ വിശ്വസിക്കാൻ? നിന്റെ വീടിൻ്റെ അന്തരീക്ഷം കണ്ടുവച്ച് നീ കരഞ്ഞുകൊണ്ടിരിക്കരുത്. നിന്റെ വിശ്വാസത്തിൻ്റെ മുമ്പിൽ നിന്റെ ഓ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം, അത് പുസ്തകമുള്ള എല്ലാവരും എടുക്കണം. ആ വാക്യം കാണാതെ പഠിക്കണം, നിനക്ക് ഒത്തിരി ഗുണം ചെയ്യും ആ വാക്യം. 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 13-ാമത്തെ വചനമാണ് കേട്ടോ. ഞാൻ വിശ്വസിച്ചു, അതുകൊണ്ട് ഞാൻ സംസാരിച്ചു എന്ന് എഴുതിയിരിക്കുന്നത് പോലെ. പൗലോസ്ലീഹ പറയുകയാണ്, ഞാൻ വിശ്വസിച്ചു, അതുകൊണ്ട് ഞാൻ സംസാരിച്ചു എന്ന് എഴുതിയിരിക്കുന്ന പോലെ വിശ്വാസത്തിന്റെ അതേ ആത്മാവ് ഞങ്ങൾക്കുള്ളതിനാൽ ഞങ്ങളും വിശ്വസിക്കുന്നു, അതുകൊണ്ട് ഞങ്ങൾ സംസാരിക്കുന്നു. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. ചിലരൊക്കെ ചോദിക്കും, ഈ പ്രതികൂല സാഹചര്യത്തിനകത്ത് നീ എങ്ങനെയാടാ വിശ്വാസം പറയുന്നേ?
പൗലോസ് പറയുകയാണ്, വിശ്വസിക്കുന്നവൻ സംസാരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്ന പോലെ വിശ്വാസത്തിൻ്റെ അതേ ആത്മാവ് എൻ്റെ അകത്തുള്ളത് കൊണ്ട് ഞാനും വിശ്വസിക്കുന്നു, അതുകൊണ്ട് ഞാനും സംസാരിക്കുന്നു. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. ഇന്നിവിടെ ഇരുന്നുകൊണ്ട് നിന്റെ വീടിൻ്റെ സാഹചര്യത്തിനെതിരെ നിന്റെ അകത്ത് വ്യാപരിക്കുന്ന വിശ്വാസത്തിൻ്റെ ആത്മാവിനാൽ നീ ചില വിശ്വാസം പറയാൻ പോവാ. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. നിങ്ങളുടെ അകത്ത് കടുകുമണിയോളം വിശ്വാസം ഉണ്ടെങ്കിൽ, നിങ്ങളുടെ അകത്ത് എത്രയുമാ വലിയ പാറക്കല്ലിന് അത്രയല്ല, എന്തുവാ ഈ കടുകുമണി എന്ന് പറഞ്ഞാൽ എല്ലാ വീട്ടിലും എന്തോ ഉണ്ട്. എനിക്ക് തോന്നുന്നു ഈ പ്രസംഗം സത്യത്തിൽ കർത്താവ് മലയാളിക്ക് വേണ്ടി തന്ന ദൂത. കാര്യം ഒരു സായിപ്പിൻ്റെ അലമാരിക്കകത്ത് എന്തോ കാണാൻ സാധ്യതയില്ല, ആഫ്രിക്കക്കാരൻ്റെ കിച്ചൻ്റെ അകത്ത് എന്ത് കാണാൻ സാധ്യതയില്ല. പക്ഷെ മലയാളിയുടെ വീട്ടിലെ എല്ലാ കിച്ചണിനകത്തും എന്തോ ഉണ്ട്. ശ്രദ്ധിക്കണം, എന്തോ ഉണ്ട്? കടുകുണ്ട്. കടുകിൻ്റെ ഒരു പ്രത്യേകത ഞാൻ നിങ്ങളോട് പറയാം. ഒരു കടുകെടുത്ത് കൈ വെച്ച് നോക്കണം, നിന്നെ നോക്കണം, കടുകിനെ നോക്കണം. എത്രയുണ്ട് കടുക്? പറ. തിരി എല്ലാം ഉള്ളോ? ഹല്ലേലൂയ. കർത്താവ് പറയാ, നിന്റെ അകത്ത് അത്രയും വിശ്വാസമെങ്കിലും എന്നെക്കുറിച്ചുണ്ടെങ്കിൽ ഈ കടുകിൻ്റെ പ്രത്യേകത, ആൾ ഒതുങ്ങിക്കൂടി ഒരു അലമാരിക്കകത്ത് കൊച്ചു പാത്രത്തിൽ കിടന്നാലും തീയും എണ്ണയും കൂടെ സമ്മേളിക്കുമ്പം പുള്ളിയെ ഇറക്കി വിടും. പുള്ളി ആരാന്ന് കാണിച്ചു തരും. തീയും എണ്ണയും കൂടെ സമ്മേളനം നടത്തുമ്പോഴേ ഒരു പാത്രത്തിലോട്ട് പുള്ളി ഒന്ന് ഇറക്കി വിട്ട് നോക്കുക, പുള്ളി തെറിച്ച് നിൽക്കും. ഞാൻ കടുക. പക്ഷേ മിണ്ടുന്നില്ല നിങ്ങൾ. ഹല്ലേലൂയ. സ്വർഗരാജ്യത്തെ ഉപമിച്ചപ്പോൾ കർത്താവ് പറഞ്ഞു, അത് കടുകുമണിക്ക് സദൃശ്യം. അതെടുത്തൊരു മനുഷ്യൻ നിലത്തിട്ടു. അത് ഏറ്റവും ചെറിയതായിരുന്നു, പക്ഷേ അത് വളർന്നു, വടവൃക്ഷം പോലെ വളർന്നു. അടുത്തത് കേട്ടോണേ, ദൈവത്തിന് സ്തോത്രം. അടുത്തത് പറയുകയാണ്, പക്ഷികൾ വന്ന് അതിൻ്റെ ശിഖരങ്ങളിൽ രാപാർക്കും. ഞാനിവിടെ ഇരിക്കുന്ന ചിലരോട് ദൂത് പറയാം, ദൈവരാജ്യം ഒരു കടുകുമണി വളരുന്ന പോലെ വളരുക. മനസ്സിലായവർ സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ചില വീടിൻ്റെ മുറ്റത്തൊരു പേര നിന്നാൽ 4 കമ്പും 4 പേരക്കായേ കാണത്തുള്ളൂ. 4 കാക്ക വന്നാൽ പേരയുടെ മണ്ടയ്ക്ക് ഇരുന്നാൽ പേര ചാഞ്ഞു പോകുന്നേ കാണാം. ചില ആൽമരം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? സ്തോത്രം. ഒരു 4000 പക്ഷി വന്നിരുന്നാലും ഒന്നും അറിയത്തില്ല, പിന്നെ സ്പേസ് ഉണ്ട് ഇരിക്കാൻ. നിങ്ങൾ കണ്ടിട്ടില്ലയോ? ചില സഭയുടെയൊക്കെ വളർച്ച ഭയങ്കരമാണ്. ചിലതിനകത്ത് 4 പക്ഷികൾ വന്നിരിക്കുമ്പം പറയും, അയ്യോ ഞങ്ങൾക്ക് ഒത്തിരി പേരൊന്നും വേണ്ട, ഉള്ളവരെ സ്വർഗത്തിൽ കൊണ്ടുപോകണം, അവർ വിശുദ്ധരായിരിക്കണം, ഞങ്ങൾക്ക് ഇതിന് ആൾ കൂടുന്നതിനകത്തും ഉണർവുണ്ടാകുന്നതിലും വലിയ താല്പര്യമില്ല. പിന്നെന്തുവാ? കാരണം ഈ 4 എണ്ണം കയറിയപ്പോഴേ ഇവൻ്റെ ചാഞ്ഞു. പക്ഷെ 4000 പേരെ പിടിക്കാൻ പവറുള്ളത് ആൽമരം വളർന്നു നിൽക്കുക. അവൻ പറയാം, ഇനിയുണ്ടേ പോരട്ടെ. കാരണം മിണ്ടുന്നില്ല. ഞാനൊരു ചെന്നൈയിൽ ഒരു സ്ഥലത്ത് ചെന്നിട്ട് ഒരു സ്ഥലത്തോട്ട് പോകാൻ അവിടെ ഒരു ടാക്സി ഡ്രൈവർ അടുക്കൽ അഡ്രസ്സ് കാണിച്ചു. പറഞ്ഞു, സാറേ ഇവിടെ വരെ ഒന്ന് പോകണം. പുള്ളി പറഞ്ഞു, ഇവിടെ പോകത്തില്ല. അതെന്നാ? അതെ, ആ റോഡിൽ കൂടെ പോകാൻ പറ്റുകയില്ല. അതെന്നാ? എൻ്റെ ബ്രദറെ, അവിടെ ഒരു ചർച്ചുണ്ട്, യോഗം കൊണ്ട് തീരുന്നതും 10-25,000 വണ്ടി ഒന്നിച്ചാ ഇറങ്ങുന്നേ. എൻ്റെ ബ്രദറെ, ഇന്ന് പോയാൽ രാത്രിയിലേ വരാൻ പറ്റൂ. ഞാൻ പറഞ്ഞോളൂ, ഇന്ന് ഞായറാഴ്ച അല്ല. അയ്യോ ഞായറല്ലല്ലോ, എന്നാ വരാം. ഞായറാഴ്ച ടാക്സി ഡ്രൈവർക്ക് ആ വഴി പോകാൻ പേടിയാ. അതിൻ്റെ കാരണം എന്നാ? അവിടെ ഒരു ദൈവരാജ്യം വളർന്നു നിൽക്കുക. ഞാൻ ഇവിടെ ഇരിക്കുന്ന ചിലരോട് ഒരു ദൂത് പറയാം, ആരെല്ലാം നിന്നെ തീർക്കാൻ തീരുമാനിച്ചാലും നിന്റെ അകത്ത് കടുകുമണിയുടെ അത്രയും വിശ്വാസം ഉണ്ടെങ്കിൽ, മനസ്സിലായി വരുന്നവർക്കായി ഞാൻ സ്തോത്രം ചെയ്യുക. ആരുടെയൊക്കെ ഉള്ളിൽ പരിശുദ്ധാത്മാ പറയുക, നിന്റെ അകത്തെ വിശ്വാസം വർദ്ധിക്കാൻ പോവുക. ഈ വിശ്വാസത്തിന് ഒരു പ്രത്യേകത നിങ്ങൾക്കറിയാമോ? ഒരു ഇച്ചിരിയും കടുകുമണിയോടെ ഉണ്ടെങ്കിൽ ആ കടുകുമണിയോടെ വിശ്വാസമുള്ളവൻ്റെ അടുത്ത ചിന്ത എന്താണെന്നറിയാമോ? ഇനിയും വിശ്വാസം എന്ത് ചെയ്യണം? വർദ്ധിക്കണം. ശിഷ്യന്മാർ എന്ന് കർത്താവിനോട് പറഞ്ഞ്, കർത്താവേ അങ്ങ് വലിയ അത്ഭുതങ്ങൾ ചെയ്യുന്നവനില്ലയോ? ഞങ്ങൾക്ക് തിരുവല്ലായിൽ ദൈവത്തിന് സ്തോത്രം ചങ്ങനാശ്ശേരിക്ക് പോകുന്ന വഴിക്ക് എല്ലാവർക്കും 12 പേർക്കും 1 ഏക്കർ സ്ഥലം വീതവും അതിനകത്ത് ഒരു വീട് വെക്കാനുള്ള പൈസയും പ്രാർത്ഥിച്ച് വരുത്തി തരണേന്നല്ല പറഞ്ഞത്. ഞങ്ങളുടെ വിശ്വാസത്തെ നിങ്ങൾ ഒരാമയും പറഞ്ഞാട്ട്. ഞാനിവിടെ ഇരിക്കുന്ന ചിലരോട് ദൂത് പറയാം, എടാ ഫെയ്ത്ത് ഉണ്ടെങ്കിൽ എല്ലാം ഉണ്ട്. എൻ്റെ നീതിമാൻ കരഞ്ഞുകൊണ്ട് ജീവിക്കുമെന്നല്ല. പറ അത്രയും പോരാന്നേ. നിങ്ങൾ പറയുന്നതിന് കുഴപ്പമില്ലെന്നാ. പറ എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ധൈര്യമുണ്ട്, നിന്നെ തകർക്കുമെന്ന് തന്നെ പറഞ്ഞവൻ്റെ നടുവിലൂടെ വിശ്വാസത്താൽ
നീ തീർന്നു പോയെന്ന് ചിലര് കഥ പറഞ്ഞില്ലേ, അവന്റെ മുമ്പിൽ നീ വിശ്വാസത്താൽ നടക്കാൻ പോവുക. ബൈബിൾ എഴുതി വെച്ചു, എന്റെ നീതിമാൻ വിശ്വാസത്താൽ. നിങ്ങൾ എന്നെ ഇച്ചിരൂടെ ശ്രദ്ധിച്ചിരിക്കണം. ഹല്ലേലൂയ. അപ്പം പൗലോസ് പറയുക, അമ്മി വിശ്വാസത്തിന്റെ അതേ ആത്മാവ് എൻ്റെ ഉള്ളിലുള്ളതുകൊണ്ട് ഞാനും വിശ്വസിക്കുന്നു, അതുകൊണ്ട് ഞാനും സംസാരിക്കും. നിന്റെ കുഞ്ഞിനെ നോക്കി വിശ്വാസം പറയോ, നിന്റെ വീടിനെ നോക്കി വിശ്വാസം പറയോ, നിന്റെ സഭയെ നോക്കി വിശ്വാസം പറയോ, നിന്റെ പ്രോബ്ലത്തെ നോക്കി വിശ്വാസം പറയോ, നീ പറയുന്ന പോലെ സംഭവിക്കും. യേശു പറയാം, നിന്റെ അകത്ത് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ, നിന്റെ മുമ്പിൽ മല പോലെ പൊങ്ങി നിൽക്കുന്ന പ്രതിബന്ധം ഉണ്ടല്ലോ, നിശ്ചലമായ പ്രതിബന്ധം ഉണ്ടല്ലോ, അനക്കമില്ലാത്ത പോരാട്ടം ഉണ്ടല്ലോ, നിന്റെ വാക്കിന്റെ മുമ്പിൽ അവിടെ നിന്ന് പറഞ്ഞു പോവും, ഒഴിഞ്ഞു പോവും, നീങ്ങി. എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട് നിന്റെ വീടിൻ്റെ അന്തരീക്ഷം ഒന്ന് മാറണമെന്ന്? ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. ഈ ഫെയ്ത്ത്, വിശ്വാസം പറയേണ്ടത് എപ്പോഴാണെന്നറിയോ? അമ്മി വിശ്വസിക്കുന്നവൻ സംസാരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നത് പോലെ അതേ വിശ്വാസത്തിൻ്റെ ആത്മാവ് എൻ്റെ ഉള്ളിലുള്ളത് കൊണ്ട് ഞാനും വിശ്വസിക്കുന്നു, അതുകൊണ്ട് ഞാനും. ഒരു ചോദ്യം ഞാൻ ചോദിക്കട്ടെ, ആൾക്കാർ ഒത്തിരി പറയുന്നതല്ല നീ പറയേണ്ടത്, നീ പറയേണ്ടത് വിശ്വാസം. ഒരിക്കൽ ചെങ്കടന് മുമ്പിൽ എത്തിയപ്പോഴേ ഒത്തിരി 40 ലക്ഷത്തോളം വരുന്ന ആൾക്കാർ ചോദിച്ചു, സ്തോത്രം, നമ്മൾ മിസ്രൈം വിട്ട് പോരണ്ടായിരുന്നു, അവിടെ അടക്കിയാൽ മതിയായിരുന്നു, നമുക്ക് അവിടെ തിരിച്ചു പോയാൽ മതിയായിരുന്നു. ഉടനെ മോശം പറയുക, എന്നാൽ ആട്ട് പോകാം, നമ്മൾ അബദ്ധം പറ്റിപ്പോയി, ഫറവോൻ്റെ കാല് പിടിച്ച് പോകാമെന്നല്ല പറഞ്ഞത്. മോശ പറയുക, ഭയപ്പെടണ്ട, ഉറച്ചു നിൽക്ക്, യഹോവ ഇന്ന് ചെയ്യാനിരിക്കുന്നത് നീ കണ്ടോ. കണ്ടോ കണ്ടോ അമ്മി, 40 ലക്ഷം പേര് പറഞ്ഞതല്ല നീ പറയുന്നേ. നിന്റെ ഒരാളുടെ വിശ്വാസത്തിന് 40 ലക്ഷം പേരുടെ അവിശ്വാസത്തെ ഇടിക്കാൻ കഴിയും. മനസ്സിലായി വരുന്നുണ്ടോ? ഞാൻ നിങ്ങളോട് ഒരു കാര്യം, വിശ്വാസത്തിന് സത്യത്തിൽ ഒരു ക്ലാസ് തന്നെ വെക്കണം. എങ്ങനെയാണ് ഫെയ്ത്ത് ഡെവലപ്പ് ചെയ്തത്, വിശ്വാസം വർദ്ധിപ്പിക്കുന്നത് എങ്ങനെയാണ്, വിശ്വാസം ഉണ്ടാകുന്നത് എങ്ങനെയാണ്? അമ്മി നോക്കി, ചിലർ പറയത്തില്ലയോ, ഇവനോട് എന്താ പറഞ്ഞിട്ടും കാര്യമില്ല. അതിൻ്റെ കാരണം എന്നാ? ഈ ചിലർ നമ്മളോട് വന്നിരുന്ന് നുണ പറയും. നമ്മളെ എങ്ങനെയെങ്കിലും അതിൻ്റെ അറ്റം പറയിക്കാനാണ് ശ്രമിക്കുന്നത്. എൻ്റെ അടുക്കലൊക്കെ വരുന്നതൊക്കെ തോറ്റ് തൊപ്പിയിട്ട് ധരിച്ചു പോകത്തുള്ളൂ. ധൈര്യം ഉണ്ടെന്ന് വന്ന് നോക്ക. ജീസസ് എത്ര നുണ പറഞ്ഞാലും നമ്മൾ തിരിച്ചൊന്നും പറയത്തില്ല. നുണ പറയുന്നതിനെ കുറിച്ച് നമ്മൾ പറയും, പുള്ളിയെപ്പോലും നല്ലൊരു മനുഷ്യൻ വേറെ ഇല്ല. നിങ്ങൾക്ക് എന്തോ അറിയാം. നിൻ്റെ വാക്ക് ഫെയ്ത്ത് ഉള്ളതെന്ന് 5 മിനിറ്റ് അവൻ പറയും, അല്ല ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ, എനിക്ക് നേരിട്ടറിയത്തില്ല, എന്നോടൊരാൾ പറഞ്ഞത്, ആ പറഞ്ഞ ആടെ നമ്പർ തരാം. അയ്യോ, അത് ഏത് ഫോണേലാന്ന് ഓർക്കുന്നില്ല. ചുമ്മാ അങ്ങനെ ഒരാളൊന്നുമില്ല. അപ്പം നിങ്ങളുടെ മുമ്പിൽ എന്ത് വിഷയം വന്നാലും സാഹചര്യം നോക്കാതെ വിശ്വാസം പറയണം. റെഡിയാണോ പറയാൻ? ഹല്ലേലൂയ. അപ്പം നിങ്ങൾ നോക്കിയേ, മോശ വിശ്വാസം പറഞ്ഞു. ഈ ദൈവത്തിന് എപ്പോഴും പ്രവർത്തിക്കാൻ വിശ്വാസം പറയുന്നവരെയാ ഇഷ്ടം. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. നിങ്ങളിന്ന് നിങ്ങളുടെ വീടിനെ നോക്കി ഇത് വിശ്വാസം പറയുമോ? നിൻ്റെ കുഞ്ഞുങ്ങളെ നോക്കി ഇത് വിശ്വാസം പറയുമോ? നിൻ്റെ മക്കൾ ആരാകുമെന്ന് ഇത് വിശ്വാസം പറയുമോ? ഞാനിവിടെ ഇരിക്കുന്ന ചിലരോട് പറയാം, പ്രാർത്ഥിക്കുന്നവൻ എപ്പോഴും വിശ്വാസം പറഞ്ഞുകൊണ്ട് നടക്കും. വലിയ കാര്യങ്ങൾ നടക്കാൻ പോവുക. ദൈവദൂതന്മാർ ഇതിനകത്ത് ഇറങ്ങി നടക്കുകയാ. നിൻ്റെ കുടുംബത്തിനകത്ത് വലിയ കാര്യങ്ങൾ നടക്കാൻ പോവുക. ആരെല്ലാം നെഗറ്റീവ് പറഞ്ഞാലും പ്രാർത്ഥിക്കുന്നവരെ അങ്ങനെയല്ല. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം, ഇങ്ങോട്ട് നോക്കിയേ. നമ്മൾ പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഹല്ലേലൂയ, അപ്പം അതൊക്കെ വലിയൊരു അനുഗ്രഹത്തിന് കാരണമാകണം. പ്രത്യേകിച്ച് ഞാൻ നിങ്ങളോട് പറയാം, ഇവിടെ നിങ്ങൾ ശുശ്രൂഷന്മാർ കണ്ടിട്ടില്ല, അവർ എത്ര ഭംഗിയായിട്ട് ആത്മീക ശുശ്രൂഷയിൽ ഉത്സാഹികളായിരിക്കുന്നു. ഞാൻ ഒരു ചർച്ചിൽ കുറച്ചാൾ മുമ്പ് പ്രസംഗിക്കാൻ ചെന്നപ്പം പ്രസംഗിക്കുന്നതിന് മുമ്പേ അവർ തിരുമേശ ഉണ്ടെന്ന് ഇവിടെ വെക്കുന്നത്. ഞാൻ നോക്കിയപ്പോൾ അതിനകത്തൊരു പുള്ളിക്കാരൻ ചൂയിങ്കം ചവച്ചുകൊണ്ട് തിരുമേശ കൊണ്ടുവരുന്നു. ഞാൻ അവനെ ഇങ്ങ് വിളിച്ചു, പോയി ചൂയിങ്കം തുപ്പിയിട്ട് ഓടാന്ന് പറഞ്ഞു. ഞങ്ങളുടെ ഭാഷ ഇതുവരെ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ഭാഷ പറയാതെ എൻ്റെ കുഴപ്പമല്ലല്ലോ. അവിടെ മിണ്ടുന്നില്ല. നിങ്ങൾ ഈ ചർച്ച കണ്ടിട്ടുണ്ടോ? മാന്യമായ വസ്ത്രം ധരിക്കാത്ത ഒറ്റ മനുഷ്യർ ഇവിടെ വരത്തില്ല. വന്നാൽ അന്ന് യോഗം കഴിയുമ്പോൾ വിളിച്ച് ഞങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോയി കാര്യം പറഞ്ഞാൽ വിടത്തുള്ളൂ. നമ്മുടെ പേര് ഉപദേശിക്കുന്ന, ഉപദേശിക്കുന്നവർ, നിങ്ങളെ നന്നായി നടത്തുന്നവർ. സ്വത്രമൊക്കെ പോയോ? ഇതിനിടയ്ക്ക് ഇതും പറയണ്ടായോ? അപ്പം ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. ഏത് സാഹചര്യങ്ങൾക്കെതിരെ വിശ്വാസം പറയണം. പറയോ 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 എന്നെ സ്തോത്രം 6 ദിവസം പ്രായമുള്ളൊരു കുഞ്ഞിൻ്റെ അപ്പം വിളിച്ചു.
അദ്ദേഹം എന്നോട് പറഞ്ഞു, ജീസസ്, ഞങ്ങളുടെ കുഞ്ഞ് 6 ദിവസമേ പ്രായമുള്ളൂ, വെന്റിലേറ്ററല്ല. ഹല്ലേലൂയ. പാസ്റ്റർ പ്രാർത്ഥിക്കണം. അന്നേരം എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലായിരുന്നു. ആ സാഹചര്യം ഞാൻ പറയത്തില്ല. കുളിക്കുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല, പക്ഷെ കുളിക്കുമ്പോൾ ഫോൺ എടുക്കാം. പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. പക്ഷെ ഞാൻ അത് കഴിഞ്ഞ് എൻ്റെ റൂമിലോട്ട് കയറിയിട്ടൊരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു. യേശുവിൻ്റെ നാമത്തിൽ ആ കുഞ്ഞിൽ ജീവൻ വ്യാപരിക്കട്ടെ. ആ കുഞ്ഞിൽ എന്തിപ്പോൾ സംഭവിച്ചതെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ എൻ്റെ വിശ്വാസമാണ്. ഞാൻ ഇവിടെ ഇരിക്കുന്ന ചിലരോട് പറയാം, ഈ പ്രാർത്ഥന കഴിയുമ്പോൾ നിന്റെ മുൻപോട്ടുള്ള ഗമനത്തിനെതിരെയുള്ള തടസ്സം പൊട്ടും. ചിലർക്ക് യാത്ര ഒരുങ്ങും. പ്രവചിക്കാൻ ദൈവനോട് നിനക്ക് ഓപ്പണിംഗ് ഉണ്ടാവും. നീ ഇവിടെ സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിന്റെ വീട് വരെ വിടുതൽ വ്യാപരിക്കുക. അപ്പം കർത്താവ് പറഞ്ഞേക്കുന്ന കാര്യമാണ്, നമ്മൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം. എങ്ങനെ പ്രാർത്ഥിക്കണം? വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം. എത്ര പേര് അതിന് ആമയും പറയും? അടുത്തിരിക്കുന്ന ആളെ നോക്കി ചോറ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണമെന്ന് പറ. ഹല്ലേലൂയ. ബൈബിൾ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്, വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ നിനക്കത് ലഭിക്കുമെന്നാണ് ബൈബിൾ പറയുന്നത്. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ നിനക്കത് ലഭിക്കും. ഇനി അടുത്തൊരു വിഷയത്തിലേക്ക് വരാൻ പോവുക. കർത്താവിൻ്റെ സ്തോത്രം. ഉപവസിച്ച് പ്രാർത്ഥിക്കണം. ഉപവസിച്ച് പ്രാർത്ഥിക്കണം. ഈ ബൈബിൾ നമ്മൾ പഠിക്കുമ്പം കർത്താവിൻ്റെ സ്തോത്രം ഇച്ചിരി ഗഹനമായിട്ട് ഹല്ലേലൂയ ഒന്ന് വരാനായിട്ട് പോവുകയാണ്. ബൈബിൾ നമ്മൾ പഠിക്കുമ്പം ബൈബിളിൽ 40 ദിവസത്തെ ഉപവാസമുണ്ട്, 21 ദിവസത്തെ ഉപവാസമുണ്ട്, 3 ദിവസത്തെ ഉപവാസമുണ്ട്, 1 ദിവസത്തെ ഉപവാസമുണ്ട്. അതിനകത്ത് പല തരത്തിലുള്ള ഫാസ്റ്റിങ്ങുകൾ പറയുന്നുണ്ട്. എസെക്കിയേലിനോട് പറയുന്നുണ്ട്, നീണ്ട ദിവസങ്ങൾ ഉപവസിക്കണം. അന്ന് ഉപവസിക്കുന്ന അന്നന്ന് തൂക്കിയെടുത്ത ആഹാരവും തൂക്കിയെടുത്ത വെള്ളവും മാത്രമേ നീ കുടിക്കാവൂ എന്നൊക്കെ എസെക്കിയേലിനോട് പറയുന്നുണ്ട്. ശാഖപദാർത്ഥവും പച്ചവെള്ളവും മാത്രം കുടിച്ച് ഉപവസിച്ചവരുടെ കാര്യം കാണാൻ കഴിയും. സ്തോത്രം. അങ്ങനെ ബൈബിളിൽ പല തരത്തിലുള്ള ഉപവാസമുണ്ട്. ഉപവാസത്തെ സംബന്ധിച്ച് ഇങ്ങനെ ഉപവസിക്കണമെന്നൊരു നിയമം ബൈബിളിലില്ല. സ്തോത്രം. ഞാൻ നിങ്ങളോട് പറയാം, കഠിന തീരുമാനങ്ങളൊക്കെ എടുത്തേച്ച് 21 ദിവസമൊക്കെ തീരുമാനം എടുത്തേച്ച് 10-ാം ദിവസം ആകുമ്പോഴത്തേക്ക് വയറ് നിർമ്മിക്കൊണ്ട് നടക്കേണ്ട ആവശ്യമില്ല. ഉപവസിക്കാൻ നമുക്ക് കൃപ തരുന്നത് പോലെ ഉപവസിച്ചാൽ മതി. ഇനി ഉപവാസത്തിൽ നടക്കുന്ന വിടുതൽ ഞാൻ പറയാം. ഉപവാസം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ചിലർ ചോറ് കഴിക്കത്തില്ല ഉപവാസത്തിൽ, വേറെ ചിലർ ഫ്രൂട്ട്സ് മാത്രം കഴിക്കും. ഞാൻ ഈയിടെ ഒരിടത്ത് ചെന്നപ്പോൾ അവർ പറഞ്ഞു വൈകിട്ട് ഓട്സ് കുടിച്ചോണ്ടാണ് ഉപവസിക്കുന്നത്. അത് തെറ്റൊന്നുമല്ല. പണ്ടൊക്കെ ഇങ്ങനെ കളിയാക്കുമായിരുന്നു. ഉപവാസ പ്രാർത്ഥന നടക്കുക, കഴിഞ്ഞപ്പോൾ ഉച്ചയ്ക്ക് ഉപവാസം ഇരുന്ന് ഒരു ഷാർജ ഷേക്ക് കുടിക്കാൻ പോയി. അവൻ അങ്ങനെ ജ്യൂസ് കുടിച്ചോണ്ട് ഉപവസിക്കാൻ തീരുമാനിച്ചതെങ്കിൽ ഒരു കുഴപ്പമില്ല. ഈ വാചകം പറയുന്ന നിനക്ക് ഞാൻ 5 ഷാർജ ഷേക്ക് വാങ്ങിച്ചാലോ ഒരു ദിവസം, നിനക്കൊന്നിരിക്കാവോ? മിണ്ടുന്നില്ലല്ലോ. ഹല്ലേലൂയ. നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. ഹല്ലേലൂയ. അപ്പം ഉപവാസം ഇരിക്കുന്നത് അവരവരുടെ തീരുമാനമാണ്. ചിലർ പറയും ഞാൻ വൈകിട്ട് 1 നേരം കഴിച്ചുകൊണ്ടായിരിക്കുന്നത്. ഇന്നാളെ എന്നെ ഒരു ബ്രദർ വന്ന് കണ്ടിട്ട് പറഞ്ഞു, അദ്ദേഹത്തിന് ഹൈ ഷുഗർ ഉള്ള ആളാണ്. പുള്ളി പറഞ്ഞു, സ്തോത്രം, രാത്രി 9 മണിക്ക് ഞാൻ ആഹാരം കഴിച്ചാൽ പിന്നെ പിറ്റേ ദിവസം ഉച്ചയ്ക്ക് 2 മണി കഴിഞ്ഞ് ആഹാരം കഴിക്കത്തുള്ളൂ. അത്രയും നേരം ഞാൻ പച്ചവെള്ളം മാത്രമേ കുടിക്കത്തുള്ളൂ. അത് പുള്ളിയുടെ തീരുമാനമാണ്. അപ്പം അങ്ങനെ തീരുമാനിച്ച് ഉപവസിക്കാം. ബൈബിൾ പഠിക്കുമ്പം ചില പ്രത്യേക വിഷയങ്ങൾക്ക് വേണ്ടി ചിലർ ഉപവസിച്ചതായി ബൈബിളിലുണ്ട്. ഒരിക്കൽ ശിഷ്യന്മാരോട് വർത്തമാനം പറയുമ്പം ചോദിച്ചു, പരീക്ഷന്മാരൊക്കെ ചോദിച്ചു, യോഹന്നാൻ്റെ ശിഷ്യന്മാർ ഉപവസിക്കുന്നല്ലോ, നിന്റെ ശിഷ്യന്മാരെന്നാ ഉപവസിക്കാത്തത്? അപ്പം കർത്താവ് പറഞ്ഞു, മണവാളം കൂടുള്ളപ്പം തോഴ്മക്കാർ ഉപവസിക്കേണ്ട ആവശ്യമില്ല. മണവാളം വിട്ടുപിരിയുന്ന ഒരു കാലം വരും, അന്ന് തോഴ്മക്കാർ ഉപവസിക്കും. എസ്തേറിൻ്റെ പുസ്തകം 4-ാം അധ്യായം 16-ാമത്തെ വാക്യത്തോടെയാണ് ഇന്നത്തെ ധ്യാനം നമ്മൾ തുടങ്ങാൻ പോകുന്നത്. എസ്തേറിൻ്റെ പുസ്തകം 4-ാം അധ്യായം 16-ാമത്തെ വാക്യം. നീ ചെന്ന് ശൂശനിലുള്ള എല്ലാ യഹൂദന്മാരെയും ഒന്നിച്ചു കൂട്ടി നിങ്ങൾ 3 ദിവസം രാവും പകലും തിന്നുകയോ കുടിക്കുകയോ ചെയ്യാതെ എനിക്ക് വേണ്ടി ഉപവസിപ്പീൻ. ഞാനും എൻ്റെ ബാല്യക്കാരത്തികളും അങ്ങനെ തന്നെ ഉപവസിക്കും. പിന്നെ ഞാൻ നിയമപ്രകാരമല്ലെങ്കിലും രാജാവിൻ്റെ അടുക്കൽ ചെല്ലും. ഞാൻ നശിക്കുന്നുവെങ്കിൽ നശിക്കട്ടെ. മതി, നിങ്ങൾ എന്നെ ഒന്ന് ശ്രദ്ധിച്ചു കേൾക്കണം. നമ്മളിതിലെ ചരിത്രം പഠിക്കുമ്പം ഹിന്ദുദേശം മുതൽ കൂശ് വരെ 127 സംസ്ഥാനങ്ങളെ ഭരിക്കുന്ന ഒരു രാജാവാണ്
അഹശ്വേരോശ് രാജാവ്. ആ രാജാവിൻ്റെ ഭരണകാലത്ത്, സ്തോത്രം, കൊട്ടാരത്തിന് വെളിയിൽ ജോലികളിൽ ഏർപ്പെട്ടുകൊണ്ടിരുന്നൊരു മനുഷ്യനാണ് മൊർദെഖായി എന്ന മനുഷ്യൻ. രാജാവിൻ്റെ പ്രതാപത്തിലൊരു വിരുന്ന് നടത്തിയപ്പോൾ വിരുന്നിനടയ്ക്ക് വെച്ച്, ദൈവത്തിന് സ്തോത്രം, ആമേ, രാജാവ് പറഞ്ഞു, വസ്തി രാജ്ഞി ഉടുത്തൊരുങ്ങി വിരുന്നിൽ വരണമെന്ന് പറഞ്ഞു. ഗ്ലോറി. ഞാനൊരു കാര്യം പറഞ്ഞു ചെയ്തു ഇതിലോട്ട് വരിക. രാജ്ഞി പറഞ്ഞു, ഇപ്പം എനിക്ക് സൗകര്യമില്ലെന്ന് പറഞ്ഞു. രാജാവിൻ്റെ കൂട്ടിരുന്ന നേതാക്കന്മാർ ചോദിച്ച്, രാജാവ് കൽപ്പിച്ചിട്ട് വരാത്ത രാജ്ഞി ഉണ്ടോ എന്ന് ചോദിച്ചപ്പം രാജാവ് വസ്തിയെ പുറത്താക്കി. ഈ സമയം മൊർദെഖായിക്ക് അവിടെ റിലേഷനിൽപ്പെട്ട ഒരാൾ അമ്മയുണ്ട്. അവിടെ പേര് എസ്തേർ എന്ന. അവിടെ അപ്പനും മരിച്ചു, അമ്മയും മരിച്ചു, അനാഥയായിരിക്കുക. ഞാനിവിടെ നിന്നുകൊണ്ട് ദൂത് പറയുമ്പോൾ ഒരു ദൂത് പറയാം. നമ്മുടെ ലൈഫിൽ സംഭവിക്കുന്ന ചില കാര്യങ്ങൾക്ക് നമുക്ക് മറുപടി കണ്ടുപിടിക്കാൻ കുറേ സമയം വേണ്ടി വരും. എന്തുകൊണ്ട് എനിക്ക് ഇത് സംഭവിച്ചില്ല? എന്തുകൊണ്ട് എൻ്റെ കുഞ്ഞിൻ്റെ കല്യാണം നടന്നില്ല? എന്തുകൊണ്ട് എൻ്റെ വീട് പണി നടന്നില്ല? എന്തുകൊണ്ട് എൻ്റെ കടം മാറിയില്ല? ചില ചോദ്യങ്ങൾക്ക് മറുപടി കിട്ടാൻ അല്പം സമയമെടുക്കും. ചില കാര്യങ്ങൾക്ക് പെട്ടെന്ന് മറുപടി കിട്ടും. എസ്തേർ മനസ്സിൽ ചോദിക്കുന്നൊരു ചോദ്യം ഞാൻ പറയാം. എൻ്റെ അപ്പൻ മരിച്ചു, എൻ്റെ അമ്മ മരിച്ചു, ഞാൻ ചിറ്റപ്പൻ്റെ വീട്ടിൽ പാർക്കുക. കർത്താവേ, എന്തിനാ എന്നെ ഇങ്ങനെ ജനിപ്പിച്ചേ? മേളിരുന്ന് ദൈവം ഉത്തരം പറയുക, നിന്നെ അനാഥയാക്കിയതിൻ്റെ മർമ്മം ഇപ്പം നിനക്കറിയത്തില്ല. അല്പം കഴിയുമ്പോൾ ആ മർമ്മം വെളിപ്പെട്ടു വരും. ഇന്ന് ഞാൻ നിങ്ങളോട് പ്രവചിക്കുക, ആരുടെയും വീട്ടിൽ നടക്കാത്ത ചില സംഭവം നിന്റെ വീട്ടിൽ നടക്കുന്നെങ്കിൽ, എത്ര പ്രാർത്ഥിച്ചിട്ടും ആ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടുന്നില്ലെങ്കിൽ, ഒരു കാര്യം ഇന്ന് ഓർത്തോണം, നിനക്കറിയാത്തൊരു കാര്യം തമ്പുരാൻ കുറിച്ചിട്ടിട്ടുണ്ട്. ഞാൻ ഇവിടെ ഇന്ന് ദൂതെടുക്കുന്ന സമയത്ത് ഇപ്പോൾ ഒരു കാഴ്ച ഞാൻ കാണുക. കാഴ്ച ഇതാണ്. കാണുന്ന കാഴ്ച അതുപോലെ ഞാൻ പറഞ്ഞിട്ട് അതിനകത്തെ വ്യാഖ്യാനവും പറയാം. ഒരു ലോറി കല്ല് കൊണ്ട് ഒരു ഉണങ്ങിയ പ്രതലത്തിൽ ഇറക്കുന്നു. ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ്. കല്ല് കെട്ടുന്ന ഒരുത്തൻ നിന്നുകൊണ്ട് ആ കല്ലിന് മുഖമടിച്ച് കല്ല് കെട്ടുക. ചില കെട്ടി പോകുമ്പോൾ കല്ല് കെട്ടുന്ന കണ്ടിട്ടുണ്ടോ നിങ്ങൾ? സ്തോത്രം. നല്ലതായിട്ട് കെട്ടിയ കെട്ടുന്നത് നോക്കി നിൽക്കും നമ്മൾ. ചില കല്ല് ചിലടത്ത് സൂട്ടാകാതിരിക്കുമ്പം ആ കല്ല് കെട്ടുന്നവൻ മാറ്റിയിടും. കല്ല് കെട്ടുന്നവൻ്റെ മനസ്സിലൊരു കണക്കുകൂട്ടലുണ്ട്. ഈ മതിൽ ഫില്ലാകുന്നതിന് മുമ്പ് ഈ കല്ലെല്ലാം ഇവിടെ കയറിയിരിക്കും. ഒരാമയും വരുന്നില്ല. ഞാനിവിടെ ഇരിക്കുന്ന ചിലരോടൊരു ദൂത് പറയുക, ചില കാര്യങ്ങൾ മാറ്റിയിട്ടിരിക്കുന്നത് നിനക്കുള്ള സമയമാകാഞ്ഞിട്ടാ. സമയമാകുമ്പം നിന്നെ ചിലടത്ത് ദൈവം കൊള്ളിക്കും. യേശുവിൻ്റെ നാമത്തില് ഒരു മോശയുടെ കൈ താങ്ങിപ്പിടിക്കാൻ ഒരു അഹരോനെ കൊള്ളിച്ചു, ഒരു ഹൂരിനെ കൊള്ളിച്ചു. ഞാനിവിടെ ഇരിക്കുന്ന ചതിലോട് ദൂത് പറയുക, ഇന്നത്തെ പ്രാർത്ഥനയ്ക്കകത്ത് നിന്നെ മറന്നതല്ല, തള്ളിക്കളഞ്ഞതല്ല, ദൈവം ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് നിനക്ക് മനസ്സിലായിട്ടില്ല. നിങ്ങൾ എന്നെ ഒന്ന് ശ്രദ്ധിക്കണം. മോശക്കുഞ്ഞിനെ ഒരു ഞാങ്ങണപ്പെട്ടത്തിൽ കൊണ്ടുവച്ചേച്ച് ജീസസ് ഒരു വൃക്ഷത്തിന് മറഞ്ഞ് ഒരു മിരിയാൻ ടെൻഷൻ അടിക്കുക. എന്തോ സംഭവിക്കും? പെങ്കൊച്ച വീട്ടിൽ പോടി, നീ വിചാരിക്കുന്ന പോലെ ഒന്നും സംഭവിക്കത്തില്ല. ഇത് കളി വേറെയാ. ഞാനൊരു വെളിപ്പാട് പറയാം. ഇതിൻ്റെ റൂട്ട് മാപ്പ് വരച്ചവൻ്റെ പേര് ദൈവമെന്നാ. ഞാനിവിടെ ഇരിക്കുന്ന ചതിനോട് പറയാം, നിന്റെ കുടുംബമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത ചില സംഭവങ്ങൾ നിന്റെ വീട്ടിൽ അരങ്ങേറാൻ പോവുക. യേശുവിൻ്റെ നാമത്തില് നിന്റെ യോഗ്യതയ്ക്കപ്പുറത്ത്, നിന്റെ കഴിവിനപ്പുറത്ത്, നിന്റെ പരിധികൾക്കപ്പുറം എനിക്ക് ഭയങ്കര റെവലേഷൻ ദൈവം തരിക. ആ വെളിപ്പാട് ഞാൻ നിന്നോട് പറയാം. ഗ്ലോറി. ആരുടെ വീട്ടിലും നടക്കാത്ത ചില കാര്യം നിന്റെ ഫാമിലി നടക്കാൻ പോവാം. ഒരു ബന്ധവും മോശക്കില്ല കൊട്ടാരവുമായിട്ട്, പക്ഷെ ബന്ധം കൊടുക്കുന്നവൻ ദൈവമാണ്.
ഒരു ദൂത് പറയാം, നിന്റെ ലൈഫിൽ സംഭവിക്കേണ്ട ചിലത് വെയിറ്റ് ചെയ്ത് നിൽക്കുക. നിങ്ങൾ ഇങ്ങോട്ട് ശ്രദ്ധിച്ചിരിക്കണം. ഈ മൊർദെഖായി ഭയങ്കര പ്രാർത്ഥനക്കാരൻ. ഞാൻ ഇനി ഒരു വെളിപ്പാട് പറയാം. പ്രാർത്ഥിക്കുന്നവൻ ഒരു ബന്ധവും വേണ്ട, ബന്ധങ്ങൾ ഉണ്ടായിക്കോളൂ. എന്നൂടെ പറയാം, പ്രാർത്ഥിക്കുന്നവന് ഒരു ബന്ധവും വേണ്ട, ബന്ധങ്ങൾ പ്രാർത്ഥിച്ചാൽ മതി, എന്തോ ഉണ്ടാവും. ഈ പ്രാർത്ഥിക്കുന്നവൻ അസാധാരണ ധൈര്യ. അത് ഒരാളല്ല, ഒരു കൂട്ടം എഴുന്നേറ്റാലും ഒരു ചുക്കും സംഭവിക്കുകയില്ല. ധൈര്യ 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 പിടികിട്ടിയോ? ഹാമാൻ ഇറങ്ങി വരുമ്പോ മൊർദെഖായിയോട് പറയും, എഴുന്നേക്കടാ, കുമ്പിട. പുള്ളി പറഞ്ഞു, ഞാൻ എഴുന്നേക്കത്തുമില്ല. അതിൻ്റെ കാരണം പറയാം. ഇവനെ ഇളക്കണം. ജീസസ് കൊട്ടാരത്തിൽ ചില ദൈവപ്രവൃത്തി നടക്കാൻ. ഈ ചിലരൊക്കെ നിന്നോട് ചുമ്മാ അതങ്ങ് ശത്രുവാകുന്ന ഓർത്തോണം, അത് നിന്നെ തീർക്കാനല്ല. ഞാൻ ഈ ഭാഗത്തോട്ട് വരുമ്പോൾ ഒരു കാര്യം കൂടെ പറയട്ടെ. വസ്തി തള്ളപ്പെട്ട സ്ഥാനത്ത് എസ്തേർ പരിഗണിക്കപ്പെട്ടു. ഞാനിനി ഒരു വെളിപ്പാട് പറയാം. നിന്നെ ദൈവം ഒരു സ്ഥാനത്തിരുത്താൻ തീരുമാനിച്ചാൽ അവിടെ ആരിരുന്നാലും അവനെ ഇറക്കി വെച്ച് നിന്നെ അവിടെ ഇരുത്താൻ. മനസ്സിലായവരെ സ്തോത്രം ചെയ്യാവൂ. എനിക്കെന്തോ ഒരു ആത്മിക കാഴ്ച കർത്താവ് തരിക. ചിലരുടെ പൊസിഷൻ ചേഞ്ച് ആകാൻ പോവുക, ഇരിപ്പിടം മാറാൻ പോവുക. എളിയവനെ പൊടിയിൽ നിന്നും ദരിദ്രനെ കുപ്പയിൽ നിന്നും ഉയർത്തി പ്രഭുക്കന്മാരുടെ കൂടെ ഇരുത്താൻ കഴിയുന്ന ദൈവം നിന്റെ കുടുംബത്തിൽ ആരും ഇരിക്കാത്തൊരു ഇരിപ്പിടം നിനക്ക് ദൈവം ഒരുക്കാൻ പോവുക. അതെല്ലാം പ്രയറാ. ഇനി ഒരു കാര്യം, വസ്തിയെ ഇറക്കിയ സ്ഥാനത്ത് ബൈബിൾ അറിയാവുന്നൊരു മറുപടി പറയണം. എസ്തേർ പരിഗണിക്കപ്പെട്ടെങ്കിൽ അതിനിടയ്ക്ക് ഇടപെട്ട ഒരാളുണ്ടാരാ? പറ. മൊർദെഖായി ആണോ? ആ മൊർദെഖായിയുടെ പേര് മാറ്റ്. പ്രാർത്ഥിക്കുന്നവൻ ഇടപെട്ടു. ഒരാമയും വരുന്നില്ല. ഈ ചിലരുടെ ഒരു ഉറപ്പ് പറയാം, ആരിടപെട്ടാലും നടക്കാത്ത കാര്യം പ്രാർത്ഥിക്കുന്നവരിടപെട്ടാൽ നടക്കും. മനസ്സിലാവുന്നവർക്കായി ഞാൻ സ്തോത്രം ചെയ്യുക. മാനുഷിക ഇടപെടലല്ല. ആർക്കും വയ്യാത്ത ചില കേസ് നിന്റെ അടുക്കൽ വരുമ്പോൾ അതിനർത്ഥം നീയും പ്രാർത്ഥിച്ചു വിടാനല്ല. നീ ഇടപെട്ടാൽ, നീ പ്രാർത്ഥിച്ചാൽ അവനൊരു വഴി തുറക്കും. നീ പ്രാർത്ഥിച്ചാൽ അവൾക്കൊരു വഴി തുറക്കും. നീ പ്രാർത്ഥിച്ചാൽ ആ കുഞ്ഞിന്റെ ശാപം അഴിയും. നീ പ്രാർത്ഥിച്ചാൽ ആ ബന്ധനം. ശ്രദ്ധിക്കണം, പ്രാർത്ഥിക്കുന്നവനൊരു പ്രോബ്ലം ഉണ്ടാകുന്നതിന് മുമ്പ് അവൻ ഇടപെടേണ്ട തലങ്ങളെ ദൈവം കൊട്ടാരത്തിരുത്തി. അപ്പോൾ ഒരു കാര്യം പറയാം, പ്രോബ്ലം അല്ല വലുത്, പ്രോബ്ലത്തിന് മുമ്പ് പരിഹാരം ദൈവം കണ്ടിട്ടുണ്ട്. മാറയിലെ കയ്പ് വെള്ളം കുടിക്കുന്നതിന് മുമ്പ് പരിഹാരം അതിൻ്റെ കരയിൽ മുളച്ച് നിൽപ്പുണ്ട്. പരീക്ഷയ്ക്ക് അബ്രഹാം മോറിയ കയറുന്നതിന് മുമ്പ് പരിഹാരം പർവ്വത മുകളിൽ കുതിച്ചു ചാടുന്നുണ്ട്. മനസ്സിലായാലോ? സ്തോത്രം ചെയ്യാവോ? മിസ്രൈമിൽ നിന്ന് പോരുന്നതിന് മുമ്പ് ചെങ്കടലിൽ തമ്പുരാൻ വഴി വരച്ചിട്ടിട്ടുണ്ട്. ഞാനിവിടെ ഇരിക്കുന്ന ചിലരോട് പ്രവചിച്ചു പറയാം, ഇന്ന് പ്രാർത്ഥന തീരുന്നതിന് മുമ്പ് ആര് നിന്നെ കുരുക്കാൻ തീരുമാനിച്ചാൽ ആ കുരുക്കുന്നവൻ കുരുങ്ങുമല്ലാതെ. നിനക്കൊരു എതിരി വരുന്നതിന് മുമ്പ്, ഒരു എതിരാളി എഴുന്നേൽക്കുന്നതിന് മുമ്പ്, ഒരു കുരുക്ക് വരുന്നതിന് മുമ്പ് നിനക്ക് രക്ഷപ്പെടാനുള്ള പണി ദൈവം
ആമി കൊട്ടാരത്തിൽ ആരംഭിച്ചു കഴിഞ്ഞു. ഇന്ന് ചിലർ ദൈവനിയോഗം അറിഞ്ഞേ പോകാവും. ചില വിഷയത്തിനകത്ത് ആശങ്കപ്പെടരുത്, ഒന്നും നടക്കത്തില്ല. നീ ചിന്തിക്കുന്ന പോലെ അല്ല, ഇതിൻ്റെ റൂട്ട് മാപ്പ് വേറെയാ. അതാ വിശ്വസിക്കുന്നവൻ്റെ ധൈര്യം അതാ. നിങ്ങൾ എന്നെ ഒന്ന് ശ്രദ്ധിച്ചിരിക്കണം. പ്രധാന ഭാഗത്തോട്ട് വരിക. ഹാമാന് തീരുമാനിച്ചു മൊർദെഖായിയെ തീർക്കാൻ. ഈ നമ്മളെയൊക്കെ തീർക്കാൻ ചിലരൊക്കെ തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷെ ആര് തീരുമാനിച്ചാലും നിന്റെ ലൈഫിൽ എന്തു സംഭവിക്കണമെന്ന് ദൈവമാ തീരുമാനിക്കുന്നത്. ആരംഭത്തിൽ തന്നെ അവസാനം അറിയുന്നവൻ. ദൈവം പറയും, ഞാൻ വിചാരിച്ച പോലെ നടക്കും, ഞാൻ പറഞ്ഞതുപോലെ സംഭവിക്കും. സാഹചര്യം കണ്ട് നീ പേടിക്കരുത്. ഇനി വരട്ടെ തോതിലോട്ട്. ഈ ഹാമാൻ വലിയ പൊസിഷനിലായതുകൊണ്ട്, ഭയങ്കര പൊസിഷനിലായതുകൊണ്ട് മൊർദെഖായിയെ തന്നെ തകർക്കുന്നതൊരു നാണംകേടായതുകൊണ്ട് യഹൂദനെ മൊത്തം തീർക്കാൻ തീരുമാനിച്ചു. അതിന് വേണ്ട കെട്ട് അവൻ കെട്ടി. ഞാനൊരു വെളിപ്പാടൂടെ പറയാം. ചിന്തിക്കാത്ത തലത്തിൽ, ചിന്തിക്കാത്ത സ്ഥലത്ത് നിന്നെ ഏതെങ്കിലും കുരുക്കിനകത്ത് കയറ്റാൻ ചിലർ തീരുമാനിച്ചാൽ നിനക്ക് ആശങ്ക വേണ്ട. ആ കുരുക്ക് പൊട്ടാൻ ഒരു ഉപവാസം മതി. ഇനി നിങ്ങൾ ശ്രദ്ധിക്കണം. രാജാവിൻ്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു, രാജാവേ, ഒരു പ്രത്യേക ജാതി വളർന്നു വരുന്നുണ്ട്. അത് രാജാവിനും ദോഷമാ, രാജ്യത്തിനും ദോഷമാ. ഇവന്മാരെ ഈ ദേശത്തു നിന്ന് അങ്ങ് ഇല്ലായ്മപ്പെടുത്തിയേക്കട്ടെ എന്ന് ചോദിച്ചു. രാജാവിൻ്റെ മോതിരം ഒരു അവനോട് കൊടുത്ത് പറഞ്ഞു, നിനക്ക് ഇഷ്ടപോലെയുള്ള ചെയ്യാൻ പറഞ്ഞു. ആദാർ മാസം 13-ാം തീയതി സകല യഹൂദനെ കൊന്നുമുടിക്കാൻ രേഖ എഴുതി. രേഖ നിലനിൽക്കുമ്പോൾ, ഗ്ലോറി, ഇനി നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കേൾക്കണം. മൊർദെഖായി എസ്തേറിൻ്റെ അടുക്കൽ ആളെ വിട്ടപ്പോൾ എസ്തേർ പറഞ്ഞു, എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം രാജകൊട്ടാരത്തിലൊരു നിയമം നിൽക്കുക, 30 ദിവസത്തേക്ക് രാജാവിനെ കാണാൻ പറ്റത്തില്ല. ഇനി എങ്ങാനും കണ്ടാൽ രാജാവിന് കൃപ തോന്നിയില്ലെങ്കിൽ അവൻ്റെ തല കൊയ്തു കളയും. ഉടനെ തിരിച്ച് പ്രാർത്ഥിക്കുന്ന മൊർദെഖായി ഒരു എഴുതി, നിന്നെ രാജസ്ഥാനത്തിരുത്തിയത് ഈ കാര്യത്തിനാണ്. നീ മിണ്ടാതിരുന്നാൽ യഹൂദം നശിക്കത്തില്ല, അവന് മറ്റൊരിടത്തുനിന്ന് ഉദ്ധാരണം വരും. നീയും നിന്റെ കുടുംബവും നശിച്ചു പോകും. എസ്തേർ തിരിച്ചൊരു എഴുത്ത് കൊടുത്തയച്ചു. അങ്ങനെ ഒരു കാര്യം ചെയ്യുക, നിങ്ങളൊരു ഉപവാസം ഇരിക്കും 3 ദിവസം. ഞാനും തോഴിമാരും കൊട്ടാരത്തിനകത്തിരിക്കാം. നിങ്ങൾ പുറത്തിരിക്കണം, ഞങ്ങൾ അകത്തിരിക്കണം. ആമീൻ. എന്നിട്ടും നിയമപ്രകാരം അല്ലെങ്കിലും ഞാൻ രാജാവിനെ മുഖം കാണിക്കും. നശിക്കുന്നെങ്കിൽ നശിക്കട്ടെ. ഇനി ഉപവാസത്തിൻ്റെ ശക്തി പറയുക. എഴുതപ്പെട്ട രേഖകൾ മുമ്പിലുണ്ടെങ്കിലും ഉപവാസത്തിന് ആ രേഖകളെ മറ്റൊരു തലത്തിൽ തിരിക്കാൻ കഴിയും. ഒരാമയും വരുന്നില്ല. ഓ ഹല്ലേലൂയ. എന്നോട് ഹോളി സ്പിരിറ്റ് പറയുന്നു, ചില ഉപവാസം ചില വീടിൻ്റെ ചരിത്രം തിരുത്തും. നിങ്ങൾ എൻ്റെ കൂടെ വരണം. ഹല്ലേലൂയ. ഇന്നിത് അനിപ്പാസ്റ്റർക്ക് കിട്ടിയ പുതിയ വെളിപ്പാടൊന്നുമല്ല. പല പ്രാവശ്യം പ്രാർത്ഥിക്കുമ്പോൾ നിനക്കും ബോധ്യപ്പെട്ടിട്ടുണ്ട്, എന്നെ നശിപ്പിക്കുന്ന ഏതോ ഒരു കുരുക്ക്. രാജാവിനോട് ഹാമാൻ പറയുന്നത് ഈ ജാതിയെ നശിപ്പിക്കണമെന്നാണ്. നശിപ്പിക്കുന്ന ഏതോ ഒരു കുരുക്ക് കിടപ്പുണ്ട്. പക്ഷെ ഞാനൊരു പറയാം, ഏത് കുരുക്കും അഴിയുന്നത് ഉപവാസത്തിൻ്റെ നടുവിലാണ്. അതുകൊണ്ടാണ് ബൈബിൾ പഠിച്ചാൽ യേശുക്രിസ്തു ഉപവസിച്ചത് കുരുക്കഴിയാനല്ല, വേറൊരു നിയോഗത്തിനാണ്.
അന്ത്യോക്യയിലെ സഭ ഉപവസിച്ചത് വേറൊരു നിയോഗത്തിനാണ്. ജീസസ്. ഹന്ന എന്ന പ്രവാചകി ആലയം വിടത് ഉപവസിച്ചത് വേറൊരു പ്രവചന നിവർത്തിക്കാം. അപ്പൊ എല്ലാവരും ഉപവസിക്കുന്നത് ഒരു വിഷയത്തിനല്ല. പക്ഷെ ഇന്നൊരു ദൂത് പറയാം, ഒരിക്കലും അഴിയത്തില്ലെന്ന് ചില ഹാമാന്മാർ വിചാരിച്ച കുരുക്ക്. ഗ്ലോറി. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. നിനക്ക് വെളിപ്പെടേണ്ട ഭാവി വെളിപ്പെടണമെങ്കിൽ ഈ കുരുക്ക് പൊട്ടിയേ പറ്റൂ. മൊർദെഖായിയെ, നിന്റെ ഇരിപ്പിടം കൊട്ടാരത്തിന് വെളിയിലല്ല, കൊട്ടാരത്തിനകത്താ. നിനക്ക് അനുവദിക്കപ്പെട്ട പ്രോപ്പർട്ടി ഉണ്ട്, അനുവദിക്കപ്പെട്ട സ്ഥലമുണ്ട്. നീ അവിടെ എത്തണമെങ്കിൽ നിന്നെ കുരുക്കുന്നവനെ കർത്താവ് കുരുക്കണം. എഴുതിയിട്ടോ, നിന്നെ കുരുക്കവനെ ദൈവം കുരുക്കുന്ന ദിവസങ്ങൾ. ഏത് വ്യക്തി മെലിത്തെ ചെന്നാലും ഒരു പ്രോബ്ലവും ഇല്ല. പക്ഷെ അഭിഷേകമുള്ള പൗലോസ് കാലുകുത്തിയാൽ മറഞ്ഞിരിക്കുന്ന അണലി കൂടിനകത്ത് ഒന്നിളവും. അതിന്റെ കാരണം അവന്റെ ആയുസ് കഴിയുക. ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം. നമുക്ക് സ്വപ്നം കാണാൻ പറ്റാത്ത വിടുതൽ ഉപവാസത്തിൽ നടക്കും. ഒന്ന് അടുത്തിരിക്കുന്ന വിശ്വാസം പറ, എല്ലാം തിരിയാൻ പോവാന്ന് പറ. ഒന്ന് ചിരിച്ചോണ്ട് പറ, എല്ലാം എന്ത് ചെയ്യാൻ പോവാ? തിരിയാൻ പോവാ. ജീസസ്. ഹാമാന്റെ വീടിന്റെ മുമ്പിൽ നാട് കാണുക ഒരു കഴുകുമരം നിൽക്കുക. ഗ്ലോറി. ഹാമാന്റെ ഭാര്യയുടെ പേര് സേരസ് എന്ന. പിള്ളേർക്ക് പേരിട്ടിട്ട് ആർക്കും സേരസ് എന്ന് പേരിടുന്നില്ല. ജീസസ്. അവള് പറഞ്ഞു, അച്ചായനാണ് ഇവനെ കുരുക്കി അച്ഛ വീട്ടിൽ കയറാവും. ഈ ഭർത്താക്കന്മാരെ ഇളക്കുന്ന ഭാര്യമാരുണ്ട്. ഭർത്താക്കന്മാരോട് പറയുക, ഇളകല്ല്, നാളെ അവർ തിരിച്ചു പറയും. അതുകൊണ്ട് നിങ്ങൾ മിണ്ടുന്നില്ല. എന്നെ നിങ്ങൾ ഇച്ചിരി ശ്രദ്ധിച്ച് കേൾക്കണം. ഹല്ലേലൂയ. നിങ്ങളൊന്നും അങ്ങനെ അന്നല്ല പറഞ്ഞത്, വല്ലോരും കൊണ്ട് ഒരു ദൂതുമായിരിക്കട്ടെ. അപ്പം നിങ്ങൾ എന്നെ ശ്രദ്ധിച്ച് കേൾക്കണം. ഹല്ലേലൂയ. രേഖ എഴുതിയിരിക്കുക, രാജമോതിരം പതിപ്പിച്ചതാ. ഏത് രേഖ ഉപവാസത്തിൽ പൊളി ബൈബിളിന്റെ വെളിപ്പാടാ. ഇവിടെ ഭക്ഷണം വെടിഞ്ഞിരുന്ന എന്തോ നടക്കുമെന്ന? ഭക്ഷണം വെടിഞ്ഞിരുന്ന നടക്കത്തില്ല. പ്രാർത്ഥിക്കണം. ഉപവാസത്തില് ആഹാരം മാറ്റുന്ന എന്തിനാ? അകത്തെ മിഷന്റെ പണി കുറയ്ക്കാനാ. എന്നാൽ ഇങ്ങനെ വാഗോണ്ട് പറഞ്ഞുകൊണ്ടിരിക്കും. അല്ല, വായുടെയും പണി മുടക്കണം, ആഹാരത്തിൻ്റെയും പണി മുടക്കണം. എല്ലാം മുടക്കി ദൈവസന്നിധിയിൽ അങ്ങോട്ട് ആരാധിച്ച് പ്രാർത്ഥിച്ച് ഇഴുകിച്ചേരണം. ഗ്ലോറി. ഇപ്പൊ പറയുകയാണ്, കൊട്ടാരത്തിന് വെളിയിൽ നിങ്ങളിരിക്കുക, കൊട്ടാരത്തിനകത്ത്. ഈ ഉപവാസത്തിന്റെ പ്രത്യേകത, നിന്നോട് എതിർക്കുന്ന ശത്രുവിനോട് എങ്ങനെ എതിർക്കണമെന്നുള്ള വിവേകം ഈ ഉപവാസത്തിൽ കിട്ടും. ഈ കൊട്ടാരത്തിന് പുറത്തിരിക്കുന്നവർ ഉപവസിക്കുന്നത് എന്തിനാന്ന് പറയാം? ബൈബിൾ അറിയാവുന്നവരും ഒന്ന് വാ തുറന്ന്. എന്തിനാ? രേഖ പൊട്ടാനാണോ? അല്ല. നിയമപ്രകാരമല്ലെങ്കിലും എസ്തേർ രാജാവിൻ്റെ അടുക്ക് ചെല്ലുമ്പോൾ രാജാവ് കൃപ തോന്നണം. ഒന്നാമത്തെ ദൂത് ഉപവാസം. നിയമം വിട്ടുവരാൻ നിന്നോട് കൃപ തോന്നും. യേശുവിൻ്റെ നാമത്തില് ആരുടെ കേസ് പരിഗണിക്കത്തില്ല, പക്ഷെ നിന്റെ കേസ് തമ്പുരാൻ പരിഗണിക്കും. യേശുവിൻ്റെ നാമത്തില് ആരുടെ ഫയൽ എടുത്തില്ലെങ്കിലും നിന്റെ ഫയൽ എടുക്കും. അത് ഉപവാസത്തിന്റെ ശക്തിയാ. ഇനി എസ്തേർ ഉപവസിക്കുന്നത് എന്തിനാണെന്നറിയോ? ഇപ്പൊ എസ്തേറിന് മേൽ ഒരു ഉത്തരവാദിത്തം കിടക്കുക. എന്താണെന്നറിയോ? ഈ കുരുക്ക് അഴിച്ചു കൊടുക്കണം. എന്താ ചെയ്യണം? അഴിച്ചു കൊടുക്കണം. അഴിച്ചു കൊടുക്കണമെങ്കിൽ ഉടനെ രാജാവിനോട് ചെന്ന് കുരുക്കടിക്കണമെന്നല്ല. അവള് രാജാവിൻ്റെ അടുക്കൽ ചെല്ലുന്നത് എന്തിനാണെന്നറിയോ? ഒരു വിരുന്നിന് വിളിക്കാൻ. എന്തോനാ
പക്ഷെ ആ വിരുന്നിന് വിളിക്കുന്ന കൂട്ടത്തിൽ വിരുന്നിന് ഒരാളെ കൂടെ വിളിച്ചു. അതാരാ? ഹാമാൻ. അവൻ ഓർത്തത് ഗ്ലോറി എല്ലാം തീർത്ത് വിരുന്നുവാൻ അത് അവൻ്റെ ഒരു വിരുന്നായിരുന്നു. നിങ്ങൾ എന്നെ ഒന്ന് ശ്രദ്ധിച്ചേ. പുറത്ത് ഉപവസിക്കുന്ന എന്തിനാ? എസ്തേറിനോട് രാജാവിന് കൃപ തോന്നണം. ഗ്ലോറി ടു ഗോഡ്. ഞാൻ ഒരു വെളിപ്പാടോടെ പറയാം. ഈ ദിവസങ്ങളിലെ പ്രാർത്ഥന ചിലരോട് കൃപ തോന്നിക്കുന്ന പ്രാർത്ഥനയാണ്. ഗ്ലോറി. നിന്റെ വിഷയത്തിൽ ചിലർ കൃപ കാണിക്കാൻ പോവാ. രാജാതി രാജാവ് നിന്റെ വിഷയത്തിൽ പൊൻചെങ്കോൽ നീട്ടാൻ പോവാ. ഇനി എസ്തേരും തോഴിമാരും പ്രാർത്ഥിക്കുന്ന എന്തിനാ? ഈ കാര്യത്തിന് ഇടപെടേണ്ട പോലെ എന്നോട് കർത്താവിൻ്റെ ആത്മാ പറയുക, നീ ഇപ്പോൾ അനുഭവിക്കുന്ന ചില പ്രോബ്ലം നിന്നെ കൊണ്ട് തന്നെ തമ്പുരാൻ അഴിപ്പിക്കാൻ പോവാ. നിന്നെ കൊണ്ട് തന്നെ അതിനുള്ള ബുദ്ധിയും ജ്ഞാനവും വിവേകവും ഈ പ്രാർത്ഥനയിൽ കൈമാറും. ഓ, വെളിയിൽ നിന്നാരും വേണ്ട. എസ്തേരെ നീ മാത്രം മതി ഒരു ഹാമാന്റെ ദുഷ്ടത പൊളിക്കാൻ. ഇനി എസ്തേറിന്റെ ധൈര്യം എന്നാ? പുറത്ത് ഉപവസിക്കാൻ ആളുണ്ട്. എന്തുവാ ദൂതിലോട്ട് വാ. പുറത്ത് ഉപവസിക്കാൻ ആളുണ്ട്. ഗ്ലോറി ടു ഗോഡ്. നിങ്ങൾക്കറിയോ, ചില കാര്യത്തിന് ഉപവസിക്കാൻ ചിലരൊക്കെ നമ്മുടെ കൂടെ ഉണ്ടെന്നറിഞ്ഞാൽ നമുക്കൊരു അസാധാരണ ധൈര്യ. മനസ്സിലായവർക്കായി ഞാൻ സ്തോത്രം ചെയ്യുക. അപ്പം എസ്തേറിൻ്റെ ഗമ ആദ്യം ഒരു മൂച്ചിനങ്ങ് പറഞ്ഞു, ഞാൻ നശിക്കുന്നെങ്കിൽ നശിക്കട്ടെ നിങ്ങൾ പറഞ്ഞാലും നശിക്കാനാണോ? അല്ല, ഉപവസിക്കുക. ഈ 5-ാമത്തെ ഒന്ന് വായിക്കാം, എടുക്കാം. 3-ാം ദിവസം എസ്തേർ രാജവസ്ത്രം ധരിച്ചുകൊണ്ട് രാജധാനിയുടെ അകത്തെ പ്രാകാരത്തിൽ ചെന്ന്. 3-ാം ദിവസം എസ്തേർ രാജവസ്ത്രം ധരിച്ചുകൊണ്ട് രാജധാനിയുടെ അകത്തെ പ്രാകാരത്തിൽ ചെന്ന് രാജഗൃഹത്തിന് നേരെ നിന്നു. രാജാവ് രാജധാനിയിൽ രാജഗൃഹത്തിന്റെ വാതിൽ നേരെ തന്റെ സിംഹാസനത്തിൽ ഇരിക്കുകയായിരുന്നു. രാജാവിന്റെ സിംഹാസനം ഇരിക്കുന്നതിന്റെ നേരെ എതിർ സൈഡിൽ രാജ്ഞി രാജവസ്ത്രം ധരിച്ചു ചെന്നു നിന്നു. എസ്തേർ രാജ്ഞി പ്രാകാരത്തിൽ നിൽക്കുന്നത് രാജാവ് കണ്ടപ്പോൾ അവന് അവളോട് കൃപ തോന്നി. കണ്ടോ, 3 ദിവസം വെളിയിൽ ഉപവസിച്ച റിസൾട്ട് കൊട്ടാരത്തിനകത്ത് നടക്കുക. കൊട്ടാരം അല്പസമയം നിശ്ചലമായി പോയി. ഇവള് രാജവസ്ത്രം ധരിച്ചപ്പോഴെ തോഴിമാർ പറഞ്ഞു പോകല്ലേ, ഭൃത്യന്മാർ പറഞ്ഞു പോകല്ലേ. കാരണം രാജാവ് ദൈവത്തിന് സ്തോത്രം വസ്തിയെ തള്ളിയവനാ, നിന്നെ തള്ളിക്കളയാൻ ഇടയുണ്ട്. പക്ഷെ അവള് പറയാ, അല്ല, എനിക്ക് ഉപവസിക്കാൻ പുറത്തു ജനമുണ്ട്. ഇന്ന് പകലൊരു ദൂത് പറയാ, ഏത് അനങ്ങാത്ത കയ്യെ നിനക്ക് വേണ്ടി അനക്കിക്കാൻ കൃപ. വചനം പഠിപ്പിച്ചുകൊണ്ടിരിക്കുക യേശുവിൻ്റെ നാമത്തിൽ. ഇന്ന് വിടിരിക്കുന്ന ചിലരോടാ ദൂതം, നിന്റെ വിഷയത്തിൽ തമ്പുരാന്റെ കൈ ഇറങ്ങും. നിന്റെ വിഷയത്തിൽ രാജാവ് ഇവളെ കണ്ടപ്പോൾ രാജാവിന് ഇവളോട് എന്തോ തോന്നി? കൃപ തോന്നി. തന്റെ കയ്യിലിരുന്ന പൊൻചെങ്കോൽ രാജാവ് എസ്തേറിന് നേരെ ചെങ്കോല് എസ്തേറിന് നേരെ നീട്ടി. എസ്തേർ അടുത്തിയെന്ന് ചെങ്കോലിന്റെ അഗ്രം തൊട്ടു. രാജാവ് അവളോട്, എസ്തേർ രാജ്ഞിയെ എന്ത് വേണം? എന്താകുന്നു നിന്റെ അപേക്ഷ? നിർത്തി. എസ്തേർ രാജ്ഞിയെ എന്ത് വേണം? എന്താകുന്നു നിന്റെ അപേക്ഷ? രാജ്യത്തിൽ പാതിയോളമായാലും രാജ്യത്തിന്റെ പകുതി വേണേലും തന്നേക്കാം, നിനക്ക് തരാമല്ല. ഉപവാസം പറയിക്കുക. ഒരാമയും വരുന്നില്ല. നിനക്ക് വേണ്ടി ചിലടത്ത് ചിലത് തമ്പുരാൻ പറയിക്കാൻ